ആരംഭിക്കില്ല. ജാമിത ടീച്ചറെ ബലിപെരുന്നാൾ ആശംസകൾ, അഡ്വാൻസ് ആശംസകൾ. ടീച്ചർ പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിയോ? അത് വഴിയേ അറിഞ്ഞോളൂ. സ്റ്റുഡിയോ എങ്ങനെ മലപ്പുറത്ത് സജീവമാണോ? ഇതുവരെ വിചാരിച്ചിരുന്നത് സ്റ്റുഡിയോ സുഡാപ്പികളുടേതാണെന്നാണ് കേട്ടോ. പിന്നെ സ്റ്റുഡിയോയിലേക്ക് പോകാൻ ആളുകളെ ആഹ്വാനം ചെയ്യുന്ന രൂപത്തിൽ ഒരു പരസ്യം നൽകിയതിന് ജമാഅത്തെ ഇസ്ലാമിയോട് നമുക്ക് നന്ദി പറയണം. സ്റ്റുഡിയോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയ പരസ്യം സ്റ്റുഡിയോയ്ക്ക് കിട്ടുന്നത്. ഒന്ന്. രണ്ട്, ടാറ്റയുടേതാണെന്ന് അധികം ആളുകൾക്കും അറിയില്ലായിരുന്നു എന്നാണ് എന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞത്. കോവിഡ് ഒക്കെ വന്ന സമയത്ത് 1500 കോടി കൊടുത്തിട്ട് നമ്മുടെ രത്തൻ ടാറ്റ പറഞ്ഞത് 1500 കോടിയല്ല, എന്റെ രാജ്യത്തിന് ഒരു അത്യാവശ്യം വന്നാല് എന്റെ സമ്പത്ത് മുഴുവനും എന്റെ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഭാരതത്തിന്റെ അഭിമാനമാണ് ടാറ്റ എന്ന് നമുക്ക് പറയാതെ വയ്യ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പഹൽഗാമിൽ മരിച്ച 29 പേര് ഇന്ത്യക്കാരായിരുന്നല്ലോ. എന്തേ അതിനെതിരെ നിങ്ങൾ രംഗത്ത് വരാത്തത്? ചുമ്മാ ഇരുന്ന ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി 2000-ഓളം നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കിയ ഹമാസും പലസ്തീനും ഒന്നാണ് എന്ന് പറയാൻ വെമ്പായം സുഹൃത്തിന് അപാരമായ തൊലിക്കെട്ടി അനിവാര്യമാണ് കേട്ടോ. കാരണം ഹമാസുകാര് തന്നെ പലസ്തീൻകാർ തന്നെ ഹമാസിനെ ബോയ്ക്കോട്ട് ചെയ്തതാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?